ജൂൺ മാസം 5-ാം തീയതി ക്രിസ്തുവർഷം 2024 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവകൃപയാൽ ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ഏവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഏവർക്കും കൃപയും സമാധാനവും നേരുന്നു. ഇന്നത്തെ ദൈവവചന വായന അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രവർത്തനത്താലത്രേ ആയിരുന്നത്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ജ്ഞാനം അല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ഇതാണ് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗ്ഗസ്ഥ പിതാവേ, യേശു ക്രിസ്തുവിൽ ഒരുക്കിയിരിക്കുന്ന സർവാത്മീയ അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. തേജസ്സിൻ്റെ കർത്താവിൻ്റെ ക്രൂശുമരണവും പുനരുത്ഥാനവും സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കുമുള്ള സ്രോതസ്സ് ആയിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശ്വാസത്താൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഞങ്ങളുടെ ദൈവവചന പഠനം മുഖാന്തരമാക്കണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഒരു മുഖവരിയോടുകൂടി ഇന്നത്തെ ദൈവവചനത്തിൽ നിന്നുള്ള പഠനം ആരംഭിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർ ലേഖനം എഴുതാൻ എന്തുകൊണ്ട് ഇടയായി? ഈ എഴുതിയിരിക്കുന്നത് പോലെ ആണ് സംഭവിച്ചത്. അത് ചരിത്ര വസ്തുതയാണ്. അത് സത്യമായിട്ട് തന്നെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തു ഏകദേശം AD 33 മരിച്ച് 3-ാം ദിവസം പുനരുദ്ധാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. മാത്രമല്ല വേറെ പലർക്കും പ്രത്യക്ഷപ്പെട്ടു. 13 പ്രാവശ്യമെങ്കിലും കർത്താവ് യേശു ക്രിസ്തു ജീവൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവനുള്ളവനാണ് എന്നും തൻ്റെ പ്രത്യക്ഷതയാൽ പലർക്കും വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആധാരമായിരിക്കുന്നത് അപ്പസ്തോലന്മാരാണ്. പിന്നെ പൗലോസിന് യേശു ക്രിസ്തു പ്രത്യക്ഷനായി അവനെ അപ്പസ്തോലനായിട്ട് ദൈവം നിയോഗിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ AD 33 മരണവും പുനരുത്ഥാനവും. അതിനുശേഷം
അപ്പോസ്തലപ്രവൃത്തി 9 അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് പൗലോസിൻ്റെ മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും. അപ്പോൾ 33 AD കർത്താവ് മരിച്ചു പുനരുദ്ധാനം ചെയ്തുവെങ്കിൽ ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്ത്യാനിയായിത്തീരുന്നത്. ഞാൻ ഈ ഡേറ്റുകളെല്ലാം പറയുന്നതിൻ്റെ ആധാരമായിരിക്കുന്നത് ഒരു പൊതുവെ നമുക്കൊരു ചരിത്ര വസ്തുത ആണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണത്. അത് കൃത്യമായിട്ട് AD 33 ഏപ്രിൽ 3 തീയതിയാണോ മരിച്ചതെന്ന് ചോദിക്കേണ്ടി വന്നാൽ, അത് പറയേണ്ടി വന്നാൽ അതിന് ദൈവവചനത്തിൽ നിന്നുള്ള ഒരുപാട് കണക്കുകളുണ്ട്. അത് നമുക്ക് പഠിച്ച് കൃത്യമായിട്ട്, ഞാനിപ്പോൾ അപ്രകാരമുള്ളൊരു പഠനമല്ല ഉദ്ദേശിക്കുന്നത്. ഏകദേശം നമ്മുടെ മനസ്സിൽ നമുക്ക് കാര്യങ്ങൾ, വസ്തുതകൾ, സത്യങ്ങൾ, ചരിത്ര വസ്തുതകൾ അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഡേറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അങ്ങനെ AD 36 ആയിരിക്കാം പൗലോസ് അപ്പോസ്തലൻ്റെ ക്രിസ്ത്യാനിയായി തീരുന്നത്. തുടർന്ന് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ 3 മിഷനറി യാത്രകൾ കർത്താവ് ഏൽപ്പിച്ച ആ സുവിശേഷീകരണത്തിന്, പ്രത്യേകിച്ച് ആദ്യം യഹൂദന് പിന്നെ ജാതികൾക്ക്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ജാതികളുടെ അപ്പോസ്തലനായിട്ടാണ് ദൈവവനെ നിയോഗിച്ചത്. അപ്പം അങ്ങനെ ഈ ശുശ്രൂഷകൾ 3 യാത്രകളിലൂടെ ആണ് ചെയ്തത് എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 യാത്രകളിൽ തൻ്റെ 2ാമത്തെ യാത്രയിൽ അദ്ദേഹം പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത് പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്ന് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ 1 കൊറിന്ത്യർസ് ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാനുള്ള കാരണം അതാണ്. അവിടെ എന്താണ് അദ്ദേഹം പ്രസംഗിച്ചത്, എങ്ങനെയാണ് കൊറിന്ത്യയിൽ ക്രൈസ്തവർ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നത്, അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ പൗലോസ് പറഞ്ഞു, ഞാനും സഹോദരന്മാരും നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ, അപ്പോൾ ഈ വന്ന കാര്യമാണ്, കൊറിന്ത്യയിലേക്ക് വന്ന കാര്യമാണ് നമുക്ക് വിഷയമായിട്ടുള്ളത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള ചരിത്ര വസ്തുത മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 1 അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 18-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അവിടെ പൗലോസ് തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ, സുവിശേഷവുമായിട്ടുള്ള തൻ്റെ യാത്രയിൽ കൊറിന്ത്യയിലേക്ക് ചെല്ലുന്ന വസ്തുതയും അവിടെ എന്താണ് സംഭവിച്ചതെന്നും എന്താണ് പ്രസംഗിച്ചതെന്നും എന്താണ് അവിടെ സംഭവിച്ചതെന്നും ആരൊക്കെയാണ് ഈ വസ്തുതകൾ, ഈ സത്യങ്ങളെ വിശ്വസിച്ച് ക്രിസ്ത്യാനികളായി തീർന്നത്, അവർക്ക് എഴുതുന്ന ലേഖനമാണ് 1 കൊരിന്ത്യർ ലേഖനം. എന്നാൽ ഈ വിശ്വസിച്ച കൊരിന്ത്യയിലെ വിശ്വാസികൾക്ക് ദൈവം ഉദ്ദേശിച്ച നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിധം അവർ ലൗകികരായിരുന്നു, ജഡികരായിരുന്നു, അനാത്മീയരായിരുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഴുത്തെഴുതി, ലേഖനം എഴുതി അവരെ പ്രബോധിപ്പിക്കുകയാണുണ്ടായത്. ഇത് നമുക്കും ബാധകമായിട്ടുള്ള, ഇന്നത്തെ ക്രൈസ്തവനും അത് ബാധകമായിട്ടുള്ള വിഷയം തന്നെയാണ്. അപ്പം അങ്ങനെ അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ, അനന്തരം അവൻ അഥേന വിട്ട് കൊറിന്ത്യയിൽ ചെന്നു. ഇത് പൗലോസ് അപ്പോസ്തലനാണ് ഈ അവൻ എന്ന് പറയുന്ന വ്യക്തി. യഹൂദന്മാരെല്ലാവരും റോമാ നഗരം വിട്ട് പോകണം എന്ന് ക്ലൗദോസ് കൽപ്പിച്ചതുകൊണ്ട് ഇത്തല്യയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പെന്തോസ്കാരൻ അക്വിലാസ് എന്നു പേരുള്ള ഒരു യഹൂദനെയും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. ഇതെല്ലാം ഈ പേരുകൾ, ഈ സ്ഥലങ്ങൾ, ഇതെല്ലാം ചരിത്ര വസ്തുതകളാണ്. പൗലോസ് അവിടെ കടന്നു ചെല്ലുകയാണ്. അതിന് 3-ാം വാക്യത്തിൽ, തൊഴിൽ ഒന്നാകൊണ്ട് അവൻ അവരോട് കൂടെ പാർത്ത് വേല ചെയ്ത് പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു.
അതിൻ്റെ 4-ാം വാക്യത്തിൽ, എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. ശീലാസും തിമോത്തയോസും മക്കദോനയിൽ നിന്ന് വന്നാറെ. പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. ഇതാണ് അതിൻ്റെ കേന്ദ്ര വ്യക്തിയും കേന്ദ്രബിന്ദുവും, സുവിശേഷത്തിൻ്റെ കേന്ദ്രബിന്ദു. കർത്താവായ യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞ്, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു. അവിടം വിട്ട് തീത്തോസ് യൂത്തോസ് എന്ന ഒരു ദൈവഭക്തൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ അവൻ്റെ വീട് പള്ളിയോട് അടുത്ത് തൊട്ടിരുന്നു. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യയിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. അപ്പോൾ അവിടുത്തെ ഫലമാണ് ഇവിടെ ഈ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പൗലോസ് വന്നു, അവൻ യേശു ക്രിസ്തു എന്ന് അവൻ സ്ഥാപിച്ചു പറഞ്ഞു. തിരുവചനത്തിൽ നിന്ന് അനേകർ വചനം കേട്ട് വിശ്വസിച്ചു, സ്നാനമേറ്റു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടേണ്ട, പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ മിഷണറി പ്രവർത്തനം ചെയ്ത് അവൻ സുവിശേഷം പ്രസംഗിച്ച് യേശുവാണ് ക്രിസ്തു എന്നുള്ള സുവിശേഷം പ്രസംഗം വിശ്വസിച്ചവരുടെ കൂട്ടമാണ് ഈ കൊരിന്ത്യർ. അവർക്കെഴുതിയ ലേഖനമാണ് നാം വായിച്ചത്. ലേഖനമാണ് 1 കൊരിന്ത്യ ലേഖനവും, തുടർന്ന് അവൻ 2-ാമത്തെ കൊരിന്ത്യയിൽ ഒരു ലേഖനവും കൂടി എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ നമുക്ക് ലഭിച്ചത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം പരിശോധിച്ചാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്ന് വെച്ചാൽ ഈ കൊരിന്ത്യയിൽ നടന്നതുപോലെ ആരൊക്കെ അപ്പസ്തോലന്മാരുടെ സുവിശേഷം കേട്ട് വിശ്വസിച്ചവർ, അവർക്ക് സകല ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം നൽകിയിട്ടുണ്ട്. അവർ ക്രിസ്തുവിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അവർക്ക് ദൈവം നൽകിയിട്ടുണ്ട് എന്ന് വേദപുസ്തകം പറയുകയാണ്. എന്നാൽ നൽകി എന്നുള്ള വാക്ക് ചില പരിഭാഷകളിൽ, മലയാളത്തിൽ അത് സ്വീകരിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. നൽകുന്നതും സ്വീകരിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. സ്വീകരിക്കുന്നതിന് നമ്മുടെ ഹിതം ആവശ്യമാണ്, നമ്മളത് മനസ്സിലാക്കി അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നൽകിയ കാര്യങ്ങളിൽ അത് വിശ്വാസം സ്വീകരിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ പിന്നിലുണ്ട്. ദൈവത്തിൻ്റെയാണ് പ്രവർത്തനം എന്ന് നമുക്കറിയാം, എങ്കിലും മനുഷ്യനൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആത്മീയ അനുഗ്രഹങ്ങൾ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ് അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് പറയുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങളുടെ ഭാഗഭാക്കുകളാണ് നാം. അതിൻ്റെ പാർട്ടിസിപ്പൻസാണ്, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സാണ് നാം. നമ്മൾ ഷെയർ ചെയ്യുകയാണ്. അല്ലാതെ ഇത് നമുക്ക് വ്യക്തിപരമായിട്ട് ലഭിക്കുന്ന ഒന്നല്ല. കൃപാവരങ്ങളുണ്ട് എങ്കിൽ തന്നെ ഇത് സകല ആത്മീയ അനുഗ്രഹങ്ങൾ ക്രിസ്തുവിലാണ് ഉള്ളത്. അതിനുശേഷം ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, അവൻ ആരാണ്, അവൻ എന്തുവേണ്ടി മരിച്ചത്. അതിനുശേഷം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങളിത് ഈ സുവിശേഷം കേട്ട് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിടപ്പെട്ടു എന്നും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 13-ാം വാക്യത്തിൽ, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും. അപ്പോൾ കേൾവി വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും
അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് അവൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിടുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിടുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് അതിൽ വിശ്വസിച്ചവർക്ക് സകല ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ആത്മീയ അനുഗ്രഹങ്ങളാണ്. രണ്ടാമതായിട്ട് നമുക്ക് എഫേസ്യർ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു ആത്മീയ പോരാട്ടമുണ്ട്. അതിനെക്കുറിച്ച് അല്പമായിട്ട് നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു ആത്മീയ ജീവിതം ഉണ്ട് എന്നുകൂടി വേദപുസ്തകം നമ്മളോട് പറയുകയാണ്. അപ്പോൾ ആത്മീയ അനുഗ്രഹങ്ങൾ, ആത്മീയ പോരാട്ടം. മൂന്നാമതായിട്ട് ആത്മീയ ജീവിതം. അതാണ് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ 12 മുതൽ 20 വരെയുള്ള 16 വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ കുറിച്ചിരിക്കുന്നത്. ഈ ആത്മീയ ജീവിതം എന്താണ്? അതിൻ്റെ ആധാരമായിട്ട് നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി 1 കൊരിന്ത്യർ കൊരിന്ത്യർക്ക് 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ ഈ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളവനും ദൈവത്തിൻ്റെ വചനം കിട്ടിയവനുമാണ്. ഇതിനാണ് നമ്മൾ റെവലേഷൻ, വെളിപ്പാട് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് അവന് കൊടുത്ത സന്ദേശമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എങ്ങനെ ഞാൻ സഹോദരൻ നിങ്ങളിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ കൊറിന്ത്യയിൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ എത്ര ദൈവത്തിൻ്റെ സാക്ഷി നിങ്ങളോട് പ്രസ്താവിക്കാൻ വന്നത്. ഇത് മനുഷ്യൻ്റെ ഒരു പ്രവർത്തനമല്ല. എത്ര വൈഭവമുള്ള പ്രസംഗമായാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ഇത് സത്യമായിട്ട് നമുക്ക് ബോധ്യം ലഭിക്കുന്നില്ല എങ്കിൽ, അത് നാം വിശ്വസിക്കുന്നില്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. എത്ര ജ്ഞാനമുള്ളവരായാലും ലോകത്തിൻ്റെ സകല അറിവുള്ളവരായാലും ഈ ഒരു വിഷയം, യേശു ക്രിസ്തു തേജസ്സുള്ള കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവിനെ അയച്ചു എന്നുള്ള ഈ വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിക്കേണ്ടത് ആവശ്യം. അവിടെ അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് പൗലോസ് മാനുഷികമായ ഒരു കാര്യം അവിടെ ചെയ്തിട്ടില്ല. എന്നാൽ പൗലോസ് പറയുന്നുണ്ട്, എന്നാൽ ജ്ഞാനികളോട് ഞങ്ങൾ ജ്ഞാനത്തിൽ സംസാരിക്കുന്നു. അതുമാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ഈ ലോകത്തിന് ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പിറകും ജ്ഞാനവുമല്ല, ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. ഇതൊരു മർമ്മ വിഷയമാണ്. ഇതാണ് വെളിപ്പാട്. മറഞ്ഞിരുന്ന, പണ്ട് കാലങ്ങളിൽ മറഞ്ഞിരുന്ന നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി പ്രസ്താവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ദൈവിക സത്യങ്ങൾ അത് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതാണ് അന്നത്തെ കാലത്ത് ആദിമസഭയിൽ ദൈവം തൻ്റെ അപ്പസ്തോലന്മാർ വഴി ചെയ്തത്. അത് തന്നെയാണ് ഇന്ന് ആധാരം. ഇന്ന് അപ്പസ്തോലന്മാരില്ല, എന്നാൽ അപ്പസ്തോലന്മാരുടെ ഉപദേശം ഉണ്ട്. ആ ഉപദേശമാണ്, ആ സത്യസന്ധമായ ഉപദേശമാണ് ഇന്ന് മനുഷ്യരെ, പാപികളെ, ജഡികരെ ആത്മീയരായി തീർക്കുന്നത്. അതുകൊണ്ട് സുവിശേഷം എന്നുള്ളത്, അതിൻ്റെ സത്ത, അതിൻ്റെ വ്യക്തി, അതിനെന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ. അപ്പം അങ്ങനെ നമുക്കൊരു ആത്മീയ ജീവിതം ഉണ്ട് എന്ന് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. 12-ാം വാക്യത്തിൽ, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ ഇത് ലോകത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, മനുഷ്യൻ്റെ ആത്മാവ്. അപ്പോൾ ഇങ്ങനെ ഒരു ആത്മീയ പ്രവർത്തനമാണ് സത്യസന്ധമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന്
വേദപുസ്തകം ശക്തമായി പഠിപ്പിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ 13-ാം വാക്യത്തിലും വായിക്കും, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ആത്മീയരല്ല എങ്കിൽ, ഞാൻ ആത്മീയനല്ല എങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ല എങ്കിൽ, ദൈവവചനവും പരിശുദ്ധാത്മാവിന് എഴുതപ്പെട്ടതാണ്, അത് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ, നമ്മൾ ആത്മീയരായിട്ട് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ആ പരിശുദ്ധാത്മാവ് ഉള്ളവനാണ്, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ആത്മീയൻ. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുദ്ധാനവും പ്രധാനപ്പെട്ടതാണ്. അത് പ്രസംഗിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വിഷയമാണ്. അതുകൊണ്ട് നമുക്കെന്ത് ലഭിക്കുന്നു? പാപമോചനം ലഭിക്കുന്നു, സകല സ്വർഗീയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. അപ്പം അങ്ങനെ നമുക്ക് 3 തരത്തിലുള്ള ആത്മീയ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ പരാമർശിക്കുന്നത്. ഒന്ന്, എഫേസ്യൻ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ആത്മീയാനുഗ്രഹങ്ങൾ, സകല ക്രിസ്തുവിൽ. അതുപോലെ തന്നെ ആത്മീയ പോരാട്ടം, അതും പറയുന്നത് നിങ്ങൾ ഏത് ആയുധം ഉപയോഗിച്ചിട്ട് വേണം ഈ യുദ്ധത്തിൽ ജയിക്കാൻ. ഇവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ ആയുധം ധരിച്ച്, കർത്താവിൽ ശക്തി പ്രാപിച്ച്, അവൻ്റെ അമിത ബലത്തിലും, കർത്താവിൻ്റെ അമിത ബലത്തിലാണ് നാം ഇത് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം വ്യക്തിയിലല്ല, നമുക്ക് സാധിക്കുകയില്ല. സാത്താനെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുകയില്ല. അവൻ വളരെ ശക്തനായ, വളരെ കഴിവുകളുള്ള, അപാരമായിട്ടുള്ള കഴിവുകളുള്ള ശക്തിയുള്ളൊരു വ്യക്തിയാണ്. എന്നാൽ കർത്താവിന് മാത്രമേ അവനെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിൽ, അപ്പോൾ എന്ത് കാര്യങ്ങളും നോക്കിയാലും ആത്മീയ അനുഗ്രഹങ്ങൾ ക്രിസ്തുവിൽ, ആത്മീയ പോരാട്ടത്തിൻ്റെ ജയം കർത്താവിൽ, ഇനി ആത്മീയ ജീവിതവും. നമുക്കറിയാം, ഇന്ന് നാം പരിഗണിക്കാൻ പോകുന്നത് ആത്മീയ ജീവിതത്തെക്കുറിച്ച്. എന്നാൽ ആത്മീയത എന്താണ്? 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമ്മൾ വായിച്ചു, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എത്ര പ്രാപിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വെളിപ്പാടുകളുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ കേട്ട് അവർ വിശ്വസിച്ചപ്പോൾ അവർക്ക് കൊറിന്ത്യയിലെ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിന് ലഭിച്ചു. അതാണ് ഈ വാക്യം പറയുന്നത്. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ നമ്മൾ പ്രാപിച്ചത്. ഈ ആത്മാവുള്ള വ്യക്തികളാണ് ആത്മീയർ. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് അവർ പ്രാകൃത മനുഷ്യനാണ്. 2-ന്റെ-14-ാം വാക്യത്തിൽ വേറൊരു തരം കൂട്ടരെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ ആത്മാവില്ലാത്തവർ. അവരാരാണ്? 1 കൊരിന്ത്യർ 2-14-ാം വാക്യത്തിൽ. എന്നാൽ പ്രാകൃത മനുഷ്യൻ, ഇത് ഇംഗ്ലീഷിൽ നാച്ചുറൽ മാൻ എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വം ആകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഗ്രഹിക്കാനുള്ള, ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡിങ്. ഈ അണ്ടർസ്റ്റാൻഡിങ് നമുക്കില്ല എങ്കിൽ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ ഭോഷന്മാരായിട്ട് ഞാൻ എന്ത് പ്രസംഗിച്ചാലും അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്ന് ക്രൈസ്തവ മതത്തിൽ കാണുന്ന അതാണ്. ആത്മാവില്ലാത്തവർ, സുവിശേഷമില്ലാത്തവർ, ക്രിസ്തു ഇല്ലാത്തവർ, അത് മാത്രമല്ല സാത്താൻ്റെ പോരാട്ടത്തിൽ തോറ്റവരാണ്. ഇവരൊക്കെ ഒരു വ്യക്തികൾക്കും ഒരു മനുഷ്യനെ മനസ്സാന്തരത്തിൽ നയിക്കാനോ പരിശുദ്ധാത്മാവ് ലഭിക്കാനോ സാധിക്കുകയില്ല. അപ്പം അങ്ങനെ നമുക്ക് 2 കൂട്ടരെ നമ്മളിവിടെ കാണുകയാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം കാണുന്നത് ആത്മീയ മനുഷ്യൻ, പരിശുദ്ധാത്മാവ് ഉള്ളവൻ, ഗ്രഹിക്കാൻ കഴിവുള്ളവൻ, ദൈവവചനം ഗ്രഹിക്കാൻ കഴിവുള്ളവൻ. രണ്ടാമത്തെ വ്യക്തി 2-ന്റെ-14 നാം കണ്ടു, അവൻ പ്രാകൃത മനുഷ്യനാണ്. അന്ന് ലൗകിക മനുഷ്യനെന്നും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 2-ന്റെ-14 ലൗകിക മനുഷ്യനാണ്. ലൗകിക മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്?
അവന് ആത്മീയ കാര്യങ്ങൾ വിവേചിച്ച് അറിയാനുള്ള കഴിവ് അവന് ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് കാലാകാലങ്ങളിലായിട്ട് ക്രിസ്തീയ മതത്തിൽ ഒരുപാട് മിഷനറി പ്രവർത്തനങ്ങൾ നടന്നിട്ട് പോലും ഒരു വ്യക്തിയെ പോലും വീണ്ടും ജനിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല. കാരണം എന്താണ്? അവർ ചെയ്ത കാര്യങ്ങൾ പിന്നെ പാരമ്പര്യമാണ് അവരുടെ പ്രാധാന്യം. ഇന്ന് ചെയ്യുന്നത് നാളെ ചെയ്യാൻ പോകുന്നത് ഇന്നലെ ചെയ്തൊക്കെ ഒരേ കാര്യങ്ങൾ മാത്രമാണ്. ഇതൊന്നും മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയില്ല, അവനെ വീണ്ടും ജനിപ്പിക്കുകയില്ല, അവൻ ആത്മീകനായി തീരുകയില്ല. അങ്ങനെ നമുക്ക് 3 തരത്തിലുള്ള മനുഷ്യരെ കാണാം. പ്രാകൃത മനുഷ്യൻ, ലൗകിക മനുഷ്യൻ, 1 കൊരിന്ത്യർ 2:14, 2 കൊരിന്ത്യർ 2:15, ആത്മീയൻ 2:15. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ട് എങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും വിവേചിക്കുവാനും നമുക്ക് വ്യക്തിപരമായിട്ട് കഴിയണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് ക്രിസ്തു മതത്തിൽ എന്താ കാണുന്നത്? ഈ സംഘടനകളിൽ എന്താ കാണുന്നത്? വേറെ ആരൊക്കെയോ എന്തോ പഠിപ്പിച്ച് വിട്ട ആൾക്കാർ അവർ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ച് ഒരു സമ്പ്രദായം ഒരു കാര്യങ്ങളിങ്ങനെ നടത്തിക്കൊണ്ട് പോകുക എന്നല്ലാതെ ആരെങ്കിലും ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ച് ആത്മാവുള്ളവരായിട്ട് ജീവിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ 2 കൊരിന്ത്യർ 15, 1 കൊരിന്ത്യർ 2-15 വാക്യത്തിൽ നമുക്ക് ആത്മീയനെ സംബന്ധിച്ച് നമുക്കറിയാം. അവനെന്താ ചെയ്യുന്നത്? ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കും. 3-ാമത്തെ ആൾ ആരാണ്? അവനാണ് ജഡികൻ. അതിനുവേണ്ടി നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് കടക്കണം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പൗലോസ് ഇവിടെ പറയുക, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ 3-ാമത്തെ തരം മനുഷ്യർ എന്ന് പറയുന്നത് അവർ ജഡികന്മാരാണ്. ജഡികന്മാർ. അവർക്ക് എന്താ അവരുടെ പ്രശ്നം? അവർ ആത്മീകരോടെന്ന പോലെയല്ല. എന്താ പറയുക? അവർ ആത്മീയരാണ്, പക്ഷേ അവരുടെ ജീവിത ശൈലി അത് ലൗകികമായത്, ഈ ലോകപ്രകാരമാണ്. ഇന്ന് ഒരു നല്ല ശതമാനം വീണ്ടും ജനിച്ച് എന്ന് പറയുന്ന വ്യക്തികളുടെ, വീണ്ടും ജനനം പ്രാപിച്ചവരുടെ സഭയിൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യക്തികൾ ഈ ജഡികന്മാരാണ്. കാരണം അവർ മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ തക്കവണ്ണം, ദൈവത്തെ അല്ല മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ തക്കവണ്ണം, ഒരു സംഘടനയെ പ്രീതിപ്പെടുത്താൻ തക്കവണ്ണം അവർ ജഡികന്മാരായിട്ട് ജീവിക്കുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ആത്മീയമായ കാര്യങ്ങൾ വിവേചിക്കാതെ ഈ സഭ പറയുന്നത് കേട്ട് അതിൻ്റെ ആചാരങ്ങളനുസരിച്ച്, അതിൻ്റെ സമ്പ്രദായങ്ങളനുസരിച്ച്, അതിൻ്റെ ട്രഡീഷൻ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്കും യാതൊരു പ്രയോജനവും തങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഉണ്ടാകുകയില്ല. അങ്ങനെ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ നമുക്ക് ജഡികന്മാരെ കാണാം. ഇവർ ക്രിസ്തുവിൽ ശിശുക്കളാണ്. ഞാൻ പറയുന്നതല്ല, വേദോസം പറയുന്നതാണ്. പൗലോസ് പറയുകയാണ്, ജഡികന്മാരെന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിയുള്ളൂ. എന്ന് വെച്ചാൽ പക്വത ഇല്ലാത്ത വ്യക്തികൾ, വളർച്ച ഇല്ലാത്ത വ്യക്തികൾ, അവരാണ് ഈ ജഡികന്മാർ. എന്തുകൊണ്ട് അവർക്ക് വളർച്ചയില്ല? കാരണം അവർ ചെന്നുപെട്ട സഭകളിൽ, ക്രിസ്തു മതത്തിൻ്റെ പേരിലുള്ള സഭകളിൽ അവർ മുരടിച്ചു പോവുകയാണ്. കാരണം അവിടെ ദൈവവചനത്തിൻ്റെ പ്രവർത്തനമില്ല, ആത്മാവിൻ്റെ പ്രവർത്തനമില്ല. അതുകൊണ്ട് അത് വളരെ ദാരുണമായ ഒരു കാര്യമാണ്. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനത്തിൽ ചില വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവും ദൈവത്തിൽ നിന്ന് പ്രശംസിക്കുന്നതിന് പകരം മനുഷ്യരിൽ പ്രവർത്തിക്കുന്നവരാണ് ജഡികന്മാർ. ഇത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു നിർവചനമല്ല. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതാണ് ഞാനിവിടെ നോട്ടായിട്ട് എഴുതിയിരിക്കുന്നത്. ആകയാൽ ആരും
മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിച്ചാൽ, ഇപ്പം മിക്കവാറും സഭകളിൽ വീണ്ടും ജനിച്ച സഭാ കൂട്ടായ്മകളിൽ അവിടെ എൽഡർമാരുണ്ട്, പാസ്റ്റർമാരുണ്ട്, വിവിധ തരത്തിലുള്ള ദൈവം പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളുണ്ട്. എന്നാൽ അവരെ പ്രസാദിപ്പിക്കുന്ന സഭാംഗങ്ങളാണ് എങ്കിൽ ഒരു ദൈവത്തെയോ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെ അവരെ പ്രസാദിക്കുന്നതിന് പകരം ഈ മനുഷ്യരെ നമ്മൾ പ്രസാദിപ്പിക്കുന്നവരായി തീർന്നാൽ അത് തീർച്ചയായിട്ടും നമ്മൾ ജഡികന്മാരായി തീരും. ജഡികന്മാരാണ് എന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 Corinthians 3:20 അടിസ്ഥാനത്തിൽ ഈ ജഡികർ എന്ന് പറയുന്നവർ അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന വ്യക്തികളാണ്. അതുമാത്രമല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മ ദൈവത്തിൽ പ്രശംസിക്കുന്നവർ അല്ല താനും, ഒന്നിന് പകരം ഒന്ന്. അതുപോലെ തന്നെ ഈ ജഡികരെ സംബന്ധിച്ച് പറയുന്നത് യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ അല്ലാതെ പണിയപ്പെട്ടവരാണ്. 3:11 വാക്യത്തിൽ, 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇവിടെ നമുക്ക് വായിച്ചു നോക്കാം. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് വേറെ അടിസ്ഥാനങ്ങളിൽ മേൽ, അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ നമുക്ക് സാക്ഷ്യം തന്ന, അവർ കണ്ടതും കേട്ടതും തൊട്ടതുമായ പുനരുദ്ധാനത്തിന് സാക്ഷികളായ അപ്പസ്തോലന്മാർ നൽകിയ ആ ഉപദേശത്തിൻ്റെ കാതലായ യേശുക്രിസ്തുവാണ് അടിസ്ഥാനം. അല്ലാതെയുള്ള അടിസ്ഥാനങ്ങൾ ഇന്ന് പലപ്പോഴും പരിശുദ്ധാത്മാവാണ് അടിസ്ഥാനമായിരിക്കുന്നത്. അല്ല, ദൈവം തൻ്റെ പുത്രനിൽ ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. പരിശുദ്ധാത്മാ ആർക്കും പിതാവില്ലാതെയും പുത്രനില്ലാതെയും നൽകാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? ത്രിയേക ദൈവമാണ് നമ്മുടെ രക്ഷയോടും നമ്മുടെ പാപക്ഷമയോടും നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നത്. അതിൽ പാപക്ഷമ ലഭിക്കുവാൻ തക്കവണ്ണം, ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ തക്കവണ്ണം നമുക്ക് പുത്രൻ ആവശ്യമാണ്. അതാണ് പിതാവ് നമുക്ക് വേണ്ടി ചെയ്തത്. പിതാവ് പുത്രനെ അയച്ചു, അവൻ വന്നു, അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെടും, അത് ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ സുവിശേഷമാണ് നമ്മൾ കേൾക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ ജഡികരെ സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ അത് വേറെ അടിസ്ഥാനങ്ങളിൽ മേൽ പണിയപ്പെട്ടവരാണ്. നമുക്കറിയാം, ഇന്ന് വിവിധ സഭകളിൽ വിവിധ മതങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ക്രിസ്തുവിനെക്കുറിച്ചൊരു അഭിപ്രായമുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് തിരുവചനത്തിലെ ക്രിസ്തു അല്ല എന്ന് മാത്രം. തിരുവചനത്തിലെ ക്രിസ്തു അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. പല ക്രിസ്തീയ മതങ്ങളിലും ക്രിസ്തു എന്ന് വെച്ചാൽ ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു. ഇത് അബദ്ധമാണ്, വഞ്ചനയാണ്, സാത്താൻ്റെ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മൾ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവനിൽ വിശ്വസിച്ച് ഒരു കാൽവരി മരണത്തിൽ ആശ്രയിക്കാതെ നമുക്കിതിൽ നിന്നും രക്ഷയില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ വഞ്ചനയിൽ തുടരും, വഞ്ചനയിൽ മരിക്കും, ന്യായവിധിയിൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമുക്ക് ദൈവം നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ദൈവകൃപയുടെ ശുശ്രൂഷ ആവശ്യമാണ്. അതാണ് അപ്പസ്തോലന്മാർ ചെയ്തത്. അപ്പസ്തോൽ മാത്രമല്ല, അന്ന് അപ്പല്ലോസും ഒക്കെ വേറെ പല ബർണാബാസ്, അങ്ങനെ ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാം. അവരെല്ലാം സുവിശേഷം പറയുന്നവരായിരുന്നു, സുവിശേഷം ലഭിച്ചവരായിരുന്നു. അപ്പസ്തോലന്മാർ ജീവിച്ചിരുന്ന കാലത്തെ പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ ശുശ്രൂഷക്കാരും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ദൈവം വ്യക്തികളിലൂടെയാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്. ആദിമസഭയിൽ ദൈവം തൻ്റെ അപ്പസ്തോലന്മാരിലൂടെ ചെയ്തു. പിന്നെ അപ്പസ്തോലന്മാർ സഭ അയച്ച ബർണാബാസും അപ്പല്ലോസും എല്ലാം അവരെ ശുശ്രൂഷകരായി നമുക്ക് കാണാം. ഈ ശുശ്രൂഷ മനസ്സിലാക്കാതെ ശുശ്രൂഷകൻ്റെ പക്ഷം പിടിക്കുന്നവരുണ്ട്. ഇന്നത്തെ ഓരോ സഭകളെ നോക്കിക്കഴിഞ്ഞാൽ ജോൺ കാൽവിൻ എന്ന് പറഞ്ഞ വലിയ പ്രസിദ്ധനായ ഒരു വേദശാസ്ത്രിയുണ്ട്. ഇന്ന് പലരും അദ്ദേഹത്തിൻ്റെ പേരിലാണ് സഭ അറിയപ്പെടുന്നത്. കാൽവിനിസം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽവിനിസ്റ്റാണ്. അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഒരു തിരുവചനത്തിൽ നിന്നുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു ജേക്കബ് അർമീനിയസ് എന്ന് പറഞ്ഞ വ്യക്തി.
അപ്പോൾ ചിലർ ഇന്ന് അർമീനിയൻസ് ആയിട്ട് തുടരുകയാണ്. അങ്ങനെ വേദപുസ്തക ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ഒരുപാട് പേര് വേദപുസ്തകം വായിക്കുകയും അവരുടെ സഭകളുണ്ടാക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മലങ്കര സഭ എന്ന് പറയുന്നത് തോമസ് അപ്പസ്തോലൻ വന്ന് AD 52 ഇവിടെ സഭ സ്ഥാപിച്ചു. അതിൻ്റെ പിൻഗാമികളാണ് മലങ്കര കത്തോലിക്കർ, സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയും. എന്നാൽ 1500 AD ഫ്രാൻസിസ് വന്നു. അദ്ദേഹം മതപരിവർത്തനം നടത്തി. അവരാണ് ഈ ലാറ്റിൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ആരാണോ ഇത് ചെയ്തത് അവരുടെ പേരും പറഞ്ഞ് പക്ഷം പിടിക്കുന്നവരാണ്. ഇവരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അത് ജഡികന്മാരാണ്, അത് ആത്മീയരല്ല. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ആണ് എങ്കിൽ, അവൻ ആത്മീയനാണ് എങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ തിരുവചനത്തിൽ നിന്ന് നമുക്കുണ്ടാകുകയും അങ്ങനെ നമ്മൾ സാക്ഷാൽ ആത്മീയരായി തീരേണ്ടത് ആവശ്യമാണ്. ഞാൻ എന്നെ പരിശോധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും ഒരുപാട് ജഡിക സ്വഭാവങ്ങളുണ്ട്. അത് ദൈവികമായ പ്രവർത്തനത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഉപദേശങ്ങൾ മനസ്സിലാക്കി ഓരോന്നും വേണ്ട എന്ന് വെച്ചാണ് ഇന്നിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് പക്ഷം പിടിക്കുന്നതിൻ്റെ കാര്യം, ശുശ്രൂഷകൻ്റെ പക്ഷം പിടിക്കുന്നവർ, കർത്താവ് നില ശുശ്രൂഷക്കാർ, കേൾവിക്കാർ വിശ്വസിക്കുവാൻ കാരണമായി തീരുന്ന ദൈവം ഉപയോഗിച്ച ശുശ്രൂഷക്കാർ, ഇവരെ മാത്രം നമ്മൾ ആശ്രയിക്കരുത്. ഇതിനെല്ലാം മുഖാന്തരം കർത്താവായ ദൈവം തന്നെയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണ് നമ്മുടെ മനസ്സാന്തരത്തിനും നമ്മുടെ വിശ്വാസത്തിനും കാരണം. നാം വിശ്വസിച്ചു എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഇത് കണ്ടീഷൻ ഫോർ സാൽവേഷൻ ഇസ് ഫെയ്ത്ത്. അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഈ ജഡികരെ സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവർ ജഡികർ ദൈവത്തിന് പകരം ശുശ്രൂഷക്കാരെ പക്ഷം പിടിക്കുന്നു. അത് 3-4 വാക്യത്തിലാണ്, 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇവിടെ പറയുന്നത്, ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? ഇപ്പോൾ ജഡിക മനുഷ്യൻ്റെ വേറൊരു പേരാണ് സാധാരണ മനുഷ്യൻ, നാച്ചുറൽ മാൻ. അവൻ സാധാരണക്കാരനാണ്. അവന് ആത്മീയമായ കാര്യങ്ങൾ വിവേചിക്കാനോ മനസ്സിലാക്കാനോ കഴിവില്ല. ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ കേട്ട്, അല്ലെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ജനിച്ചു, അവർ കൊണ്ടുപോയി വെള്ളം തെളിച്ചു, ഒരു ശുശ്രൂഷകൾ ചെയ്തു, അവരുടെ വിചാരം ഒരു ക്രിസ്ത്യാനികളായെന്നാണ്. തീർച്ചയായിട്ടും അല്ല. ദൈവവചനത്തിന് അതിൻ്റേതായ മാർഗങ്ങളുണ്ട്. എന്നാൽ ഈ ജഡികരെങ്കിലും കൊറിന്ത്യക്കാർ അവർ വിശ്വാസികളായിരുന്നു. ഈ ജഡിക ആയിട്ട് ജീവിക്കുന്ന, സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്ന വ്യക്തികൾ, നമ്മൾ അവരുടെ ചില പ്രയാസങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവിൽ ശിശുക്കളായിരുന്നു, സാധാരണ മനുഷ്യർ. അതിൻ്റെ എന്താ പറയുന്നത്, അവർക്ക് ഈർഷ്യ, പിണക്കം, പക്ഷം പിടിക്കുക, ജ്ഞാനി എന്ന് തോന്നി അവർ തന്നെ വഞ്ചിക്കുന്നവരാണ്, മനുഷ്യരിൽ പ്രശംസിക്കുന്നത്, ഇതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ. ജഡിക മനുഷ്യൻ്റെ പ്രത്യേകതകൾ അതൊക്കെയാണ്. എന്നാൽ ജഡിക മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇത് പൗലോസ് പറയുന്നത് നമുക്ക് കേൾക്കാമല്ലോ. ദൈവവചനം എന്ത് പറയുന്നു? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ, 3-ാം അധ്യായത്തിന് 3-ാം വാക്യം, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാർക്ക് ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരല്ലയോ? അപ്പോൾ ഇന്ന് ജഡികം, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ മതങ്ങളിൽ നടക്കുന്ന ഈർഷ്യയും പിണക്കവും പ്രയാസങ്ങളും എത്രയോ ശോചനീയമാണ്. ദൈവത്തിനോ പരിശുദ്ധാത്മാവിനോ ക്രിസ്തുവിനോ യാതൊരു വിലയുമില്ലാത്തവനും അപമാനം വരുത്തുന്ന കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിലും ദൈവവചനം ഇവരെക്കുറിച്ച് പറയുന്നത്, ഈ ജഡിക മനുഷ്യർ അവർ ആത്മീയരാണ് വാസ്തവത്തിൽ, എന്നാൽ ആത്മീയരായിട്ട് ജീവിക്കുന്നില്ല. അവർക്ക് ഈ പ്രശ്നങ്ങളിൽ അവർ ജീവിക്കുകയാണ്. അവർ ശിശുക്കളായി, സാധാരണ മനുഷ്യരായി, ഈർഷ്യയും പിണക്കവും പക്ഷം പിടിക്കുന്നവരുമായി അവർ ജ്ഞാനികളെന്ന് തന്നെ വഞ്ചിക്കുന്ന വ്യക്തികളാണ്. 3:18 പറയുന്നത്, 3:18 ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. അവിടെ പറയുന്നത്, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൻ്റെ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. പലരുടെയും വിചാരം ഒരു ഭയങ്കര ജ്ഞാനികളാണെന്ന്. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ചോ ക്രിസ്തുവിനെക്കുറിച്ചോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ ആത്മീയത്വത്തെക്കുറിച്ചോ ഒന്നും തന്നെ അവർക്ക്
പറയാൻ സാധിക്കുകയില്ല, അവർക്ക് അറിയാനും പാടില്ല. അത് അവർക്ക് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ബിക്കോസ് ദർ നത്തിങ് ടു ഡു വിത്ത് ദിസ് വേൾഡ്ലി തോട്ട്സ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആവശ്യമായിരിക്കുന്നത്. എന്നാൽ ഈ ജഡികരെങ്കിലും കൊറിന്ത്യക്കാർ വിശ്വാസികളായിരുന്നു. 3:17 അവരെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമല്ലയോ, അവർ വിശുദ്ധം. ഈ കൊറിന്ത്യക്കാർ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കാരണമരണത്തിനും പുനരുദ്ധാനം വിശ്വസിച്ചത് കൊണ്ട് ദൈവം അവരെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, നിങ്ങൾ വിശുദ്ധമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. 3:17 ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ നശിപ്പിക്കും, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങൾ അങ്ങനെ തന്നെ. നിങ്ങൾ ദൈവത്തിന്, അതിൻ്റെ 16-ാം വാക്യത്തിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ആരോടെ സംസാരിക്കുന്നത്? ഈ ജഡികരായ മനുഷ്യരോട്. 3-ാമധ്യായം തുടങ്ങുന്നത് തന്നെ നിങ്ങളോട് എനിക്ക് ആത്മീയരോടൊന്നും ഇത് സംസാരിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾ ജഡികരെ പോലെയാണ് സംസാരിക്കുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങൾക്കറിയില്ലയോ നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളവരാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്, നിങ്ങൾ വിശുദ്ധമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരായിരുന്നു. 3:22 എന്നാൽ എന്തുവരും ഇപ്പോൾ മനുഷ്യരുടെ പിന്നാലെ പോയി മനുഷ്യനെ പ്രസാദിക്കുന്നവരായി. വളരെ ദാരുണമായ കാര്യങ്ങളാണ് മനുഷ്യർക്ക് സംഭവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് തിരിയണം, യേശുവിൽ വിശ്വസിക്കണം, പരിശുദ്ധാത്മാവിൽ പ്രാപിക്കണം. അത് അനുസരിച്ച് ഗ്രഹിപ്പാൻ, ദൈവവചനം ഗ്രഹിപ്പാൻ കഴിവുള്ളവരായിട്ട് നാം ജീവിക്കണം എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള പ്രതിവിധി, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ കാൽവരി മരണത്തിൽ അവൻ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പ്രതിഷ്ഠനായി. ആ സാക്ഷ്യം കേട്ട് അത് വിശ്വസിച്ച് നിങ്ങൾ ആത്മീയരായി തീരണം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് ഈ ആത്മീയ ജീവിതം അത് ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കണം. മൂന്നാമതായിട്ട് 1 എഫേസ്യർ 1-ാം പറഞ്ഞ പോലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിച്ചതുകൊണ്ട് അതിൽ സന്തോഷിക്കാനും അത് ആസ്വദിക്കുവാനും നമുക്ക് കഴിയണം. അപ്പം അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൽ ജീവിച്ച് ആത്മീയ അനുഗ്രഹങ്ങൾ ഉള്ളവരായിട്ട് ആസ്വദിക്കുന്നവരായി ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ കൽപ്പിച്ച ദൈവവചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കേട്ട വചനം വിശ്വാസമായി പരിണമിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. നന്ദി. താങ്ക് യു വെരി മച്ച്.